guys, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായി നമ്മൾ വീഡിയോസുകളൊന്നും ചെയ്തിരുന്നില്ല. കുറച്ച് പ്രോബ്ലംസും തിരക്കൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാതിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫേസ് കളറിംഗ് ആണ്. ഇൻഫിനൈറ്റ് ഡിസൈനിൻ്റെ 3 പാർട്ടായിട്ടുള്ള, അതായത് കഴിഞ്ഞ ഭാഗങ്ങളായിട്ടുള്ള കണ്ണ്, വായ, മുടി, അങ്ങനെയുള്ള 3 പാർട്ട് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള ഫേസ് കളറിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ എന്തും ചെയ്യുന്ന പോലെ ലേസി എന്നൊരു ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ലാസോ ബ്രഷ് സെലക്ട് ചെയ്ത് കളർ പാലറ്റ് ചൂസ് ചെയ്യുക. കളർ പാലറ്റ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കളർ പാലറ്റിൻ്റെ മുകളിൽ താഴത്തായിട്ട് 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വരച്ച ഭാഗങ്ങളാണ് ഈ ലെയർ ബോക്സിൽ കാണുന്നത്. അപ്പോൾ അതിന് താഴത്തായിട്ട് ഞാൻ കുറച്ച് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ലെയേഴ്സായിട്ട് നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ ഡാർക്ക് പോർഷൻസാണ് നമ്മൾ വരച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കളർ പാലറ്റിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒപ്പാസിറ്റി ഒരു 47-48% ഇട്ട് വെച്ചാൽ മതി. ഒപ്പാസിറ്റി നമുക്ക് ഞാൻ പെർമനൻ്റായിട്ട് 48-47 അല്ല പറയുന്നത്. ഏകദേശം നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഇമേജിൻ്റെ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡിനനുസരിച്ച് നമ്മളൊരു ഫസ്റ്റ് ഡ്രോ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഡ്രോ അതിൻ്റെ മുകളിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിസ്തൃതി കൂട്ടി വരയ്ക്കുക. അതേ ഷെയ്ഡ് തന്നെ ഇത്തിരി വിസ്തൃതി കൂട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന ഒരു ഫീൽ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, നമ്മൾ അതിനാണ് ഒപ്പാസിറ്റി 47-48% ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കഴിഞ്ഞ ഭാഗമായിട്ടുള്ള മൗത്ത് വരയ്ക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതിൽ നമ്മൾ ആ ചുണ്ടിൻ്റെ ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത് ഇതേപോലുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് കളറിലോട്ട് വരുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അതിൽ പുതിയൊരു ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലോട്ട് ഇടുക. ഇനി നമ്മൾ കളർ പാലറ്റിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കളറുണ്ട്, അതിൻ്റെ കുറച്ച് ലൈറ്റായിട്ട് വരുന്ന കളർ, അത് സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി ഏകദേശം ഒരു 38-36% ഇട്ട് വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അതിൻ്റെ നേരത്തെ വരച്ച ഡാർക്ക് ഷെയ്ഡിൻ്റെ കുറച്ചുകൂടി ലൈറ്റായിട്ട് വരുന്ന ഭാഗം നോക്കി, റെഫറൻസിൽ വരുന്ന ലൈറ്റായിട്ടുള്ള ഭാഗം നോക്കിയിട്ട് ഈ ഒരു മെത്തേഡിൽ ഡ്രോ ചെയ്ത് വരയ്ക്കുക. വളരെ പതുക്കെ ആയിരിക്കണം വരയ്ക്കേണ്ടത്, എന്നാലേ നമുക്ക് ആ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ഇമേജ് ചെയ്യാനായിട്ട് 5 കളറാണ് കളർ പാലറ്റിന് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ പാലറ്റിൽ ഒരുപാട് കളറുണ്ട്, എന്നിരുന്നാലും 5 കളർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം 5-6 ലെയർ ആയിരിക്കും ഈ ഒരു വർക്കിനായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, ഈ ഒരു വെക്ടർ ആർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും കളറുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് ഒപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഒപ്പാസിറ്റി ഏതൊക്കെ ടൈമിന് ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മുഴുവനായിട്ടും കാണുക. എന്നിരുന്നാൽ എന്താണ് നമ്മൾ കളർ പാലറ്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നത്, ഒപ്പാസിറ്റി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കളർ ഗ്രേഡിങ് എങ്ങനെയാണ് ചെയ്യുക, കളർ ബ്ലെൻഡിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള എല്ലാം ഒപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ടും വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത കളറ് ഏകദേശം ഡാർക്കായിരുന്നു, നല്ല ഡാർക്കായിരുന്നു. അപ്പോൾ ഡാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ നമ്മൾ ആ ഒരു ഡാർക്ക് കളർ നമ്മളവിടെ ഫില്ല് ചെയ്തു അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കളർ നമ്മൾ എടുത്തപ്പോൾ ആ ഒരു കളറ് നമുക്ക് ആ ഒരു സ്കിൻ ടോൺ നോക്കിയപ്പോൾ ഏകദേശം ഫീൽ ചെയ്ത ഭാഗത്തെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ചെവിയുടെ ഭാഗം, കണ്ണിൻ്റെ പുരുകത്തിൻ്റെ മുകളിലുള്ള ഭാഗം, പിന്നെ മൂക്കിൻ്റെ ഹോള്, അതേപോലെ മൗത്തിൽ വരുന്ന 2 എഡ്ജും, പിന്നെ കഴുത്തിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ ഭാഗത്തുമാണ് ഏറ്റവും ഡാർക്കായിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നും കുറച്ച് ലൈറ്റായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കളർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി 3 കളർ ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ 3 കളറും ഇതേപോലെ കുറച്ചുകൂടി ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഇമേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക.
ഇപ്പോൾ നമ്മൾ നിലവിൽ 2 കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കളറാണ് നമ്മൾ ഇനി കൊടുക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് പുതിയൊരു ലെയർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കളർ പാലറ്റിൽ നിങ്ങൾ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ വരച്ചിട്ടുള്ള ഓരോ ലെയറിൻ്റെയും മുന്നിലേക്ക് വിസ്തൃതി കൂട്ടിയിട്ട് നമ്മൾ റെഫറൻസ് ഇമേജിൻ്റെ കളർ ഷെയ്ഡിങ് എങ്ങനെയാണോ അത് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ കളർ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഇമേജിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കളർ കൊടുക്കേണ്ടത്. ഓരോ ഇമേജിനും ഓരോ വിധത്തിലുള്ള കളർ ഗ്രേഡിങ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ കളർ പാലറ്റ് ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കളർ പാലറ്റ് സെലക്ട് ചെയ്യണമെന്നില്ല. ഓരോ ഇമേജിനും ഓരോ വിധത്തിലുള്ള കളർ പാലറ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നോക്കി അറിയാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ ആ ഒരു 3 ഷെയ്ഡുകൾ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഡിഫറൻസും കളർ ട്രാൻസ്ഫോർമേഷനും നിങ്ങൾക്ക് ഇതിൽ നോക്കി അറിയാൻ പറ്റും. ഡാർക്കിൽ നിന്നും ലൈറ്റിലേക്ക് ചേഞ്ചായി വരുന്ന ആ ഒരു നല്ലൊരു ഫീൽ നമുക്കിതിൽ നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും 2 കളർ നമുക്കിനി കൊടുക്കാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് നല്ല പെർഫെക്ഷനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഏത് ഇമേജ് ചെയ്യണമെങ്കിലും ഡിഫറൻസ് ആയിട്ടുള്ള കളർ ചേഞ്ചിങ് ആയിരിക്കും വരിക, ഡിഫറെൻറ്റ് കളർ ടോൺസ് ആയിരിക്കും വരിക. അപ്പോൾ കളർ പാലറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. പിന്നെ കളർ കൊടുക്കുമ്പോഴും നല്ലപോലെ ശ്രദ്ധിച്ച് കളർ ചെയ്യുക. അപ്പോൾ നമ്മൾ നിലവിൽ 4 കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി 5ാമത്തെ കളറാണ് നമ്മളിനി കൊടുക്കാനുള്ളത്. 5ാമത്തെ കളർ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി എല്ലാ ഷെയ്ഡുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഏരിയാസിൽ ഈ ഒരു ലൈറ്റ് കളർ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ള ഓരോ ഷെയ്ഡും ഡാർക്ക്, ലൈറ്റ്, അങ്ങനെ എല്ലാ കളറും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഒരു ബേസായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളറ്. ഇനി നിങ്ങൾക്ക് ഇനിയും ഇതിനെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി നല്ല രീതിയിൽ ലോ ആക്കി വയ്ക്കുക. എന്നതിന് ശേഷം അതാത് ലെയറിൽ അതാത് കളർ നിങ്ങൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മേലെ കൂടെ വരച്ചാൽ മാത്രം മതി. നല്ല രീതിയിൽ ആ ഒരു കളറുമായിട്ട് ഇണങ്ങിപ്പോരും, അതായത് ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ ചെയ്യാനുള്ളത് ഒരു മൂക്കുത്തിയും ഒരു കമ്മലും മാത്രമേ നമുക്കിനി കൊടുക്കാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ അഹാന ചേച്ചിയുടെ
വീഡിയോ ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിനെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസുകൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.